ശരി, അടുത്ത ക്വസ്റ്റ്യൻ പറയടാ. DV നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്? DV നിയമം എന്താണെന്ന് അറിയാവോ? ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ. ഈ പറയുന്ന ഗാർഹിക പീഡന നിരോധന നിയമത്തെ നമുക്ക് ഇങ്ങനെയും ചോദിക്കും. DV എന്ന് വെച്ചാൽ എന്തെന്നറിയാവോ? ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ് പിള്ളേർ. DV നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ് കേട്ടോ. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ്. ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ കുറിച്ച് പറയുന്നത്? ഏത് വകുപ്പാ പിള്ളേരെ? കമന്റ് ചെയ്തേ. ഗാർഹിക പീഡനത്തെ കുറിച്ച് ഓപ്ഷൻ ബി ആണ് ആൻസർ. വകുപ്പ് 3 കേട്ടോ. വകുപ്പ് 3. ഗാർഹിക പീഡനത്തെ കുറിച്ച് പറയുന്നത് വകുപ്പ് 3. ഗാർഹിക പീഡനത്തെ കുറിച്ച് പറയുന്നത് വകുപ്പ് 3. ചാപ്റ്റർ 2 ചാപ്റ്റർ 2 കേട്ടോ. ചാപ്റ്റർ 2 സെക്ഷൻ 3 ചാപ്റ്റർ 2 സെക്ഷൻ 3. ചാപ്റ്റർ 2 സെക്ഷൻ 3. ഓക്കെ. എന്താണ് ഈ ഗാർഹിക പീഡനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഗാർഹിക പീഡനം? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഗാർഹിക പീഡനം എന്താണെന്ന്? വളരെ ഗാർഹിക പീഡനം വളരെ സിമ്പിൾ ആണ്. ഗാർഹിക അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിൽ നിന്നുണ്ടാകുന്ന പീഡനത്തെയാണ് ഗാർഹിക പീഡനം എന്ന് പറയുന്നത്. ഓക്കെ. ബന്ധുക്കളിൽ നിന്നുണ്ടാകുന്ന പീഡനത്തെയാണ് ഗാർഹിക പീഡനം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ആരാണോ നമ്മുടെ ബന്ധുക്കളിൽ നിന്നുണ്ടാകുന്ന പീഡനത്തെയാണ് നമ്മുടെ ഗാർഹിക പീഡനം എന്ന് പറയുന്നത്. ഗാർഹിക പീഡനം 4 തരത്തിലുണ്ട്. ഗാർഹിക പീഡനം 4 തരത്തിലുണ്ട്. ആ 4 തരത്തിലുള്ള ഗാർഹിക പീഡനം ഏതൊക്കെയെന്ന് പറഞ്ഞേടാ. ഏതൊക്കെയാണ്? ശാരീരിക പീഡനം. അതിനെ നമ്മള് ഫിസിക്കൽ അബ്യൂസ് എന്ന് പറയും. രണ്ടാമത്തത് ലൈംഗികമായ പീഡനം. അതിനെ നമ്മൾ എന്ത് പറയും? സെക്ഷൽ അബ്യൂസ് എന്ന് പറയും. ലൈംഗിക പീഡനം സെക്ഷൽ അബ്യൂസ് എന്ന് പറയും. പിന്നെ സാമ്പത്തികമായ പീഡനം. അതിനെ നമ്മള് എക്കണോമിക്കൽ അബ്യൂസ് എന്ന് പറയും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ വാക്കാലോ മാനസിക പീഡനം എന്നല്ല തന്നെ പറയുന്നത് കേട്ടാ. അതൊക്കെ നമ്മൾ മറ്റേ കഥയൊക്കെ പറയുമ്പോ മാനസിക പീഡനം സഹിച്ച് എനിക്ക് വയ്യ കേട്ടാ. ഈ കുടുംബശ്രീയിലൊക്കെ പോണ ആൾക്കാര് കേട്ടാ കൂടുതലും പറയണതാണ്, വീട്ടിലാണെങ്കിൽ ഒരു രക്ഷയില്ല, ഈ മാനസിക പീഡനം സഹിച്ച് എനിക്ക് വയ്യ കേട്ടാ. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇല്ല, അതിന് അങ്ങനെയല്ല പറയുന്നത്. ആണ് നമ്മള് വാക്കാലോ വൈകാരികമായോ ആയ പീഡനം കേട്ടാ. അതായത് വെർബൽ ഓർ ഇമോഷണൽ അബ്യൂസ് എന്ന് പറയും കേട്ടാ. വാക്കാലോ വൈകാരികമായോ ഉള്ള പീഡനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാക്കാലോ വൈകാരികമായോ ഉള്ള പീഡനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർബൽ ഓർ ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വാക്കാലോ വൈകാരികമായോ ഉള്ള പീഡനമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ. ശരിയാണെങ്കിൽ ശരി എന്ന് പറയുക. ഓക്കെ. ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് പറയുകയാണ്, നിന്റെ അച്ഛനെ ഞാൻ മർദ്ദിക്കും, നിന്റെ അച്ഛനെ ഞാൻ ഇങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു ഭാര്യയുടെ അച്ഛനെ കുറെ മോശപ്പെട്ട വാക്കുകൾ, അച്ഛനെയോ അമ്മയോ കുറെ മോശപ്പെട്ട വാക്കുകൾ പറയാന്ന് വിചാരിക്കുക. ഓക്കെ. അത് ഈ പറയുന്ന വെർബൽ ഓർ ഇമോഷണൽ അബ്യൂസിന്റെ ഭാഗമായി വരുമോ ഇല്ലേ? വരും. വെർബൽ ഓർ ഇമോഷണൽ അബ്യൂസിന്റെ ഭാഗമായി വരും. ഓക്കെ. ഇനി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് അമ്മായിയമ്മ ഈ വനിതയെ മോശം പറയുകയാണെങ്കിൽ അത് ഈ പറയുന്ന വാക്കാലോ വൈകാരികമായിട്ടുള്ള പീഡനത്തിൽ വരുമോ ഇല്ലേ? വരും. അതായത് സ്ത്രീകളെ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നത് വാക്കാലോ വൈകാരികമായിട്ടുള്ള പീഡനത്തിൽ വരുന്നതാണ്. ഓക്കെ. ഇത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ വാക്കാലോ വൈകാരികമായോ ഉള്ള പീഡനം എന്ന് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറയുമ്പോൾ പോയിരുന്ന് കരഞ്ഞിട്ട് എന്നെ വാക്കാൽ പീഡിപ്പിച്ചു, വൈകാരികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ. ഇപ്പൊ ചിലപ്പോ നമ്മളെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്, എവിടെ നോക്കി കൊച്ചെ നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഓടരുത് കേട്ടാ. വ്യക്തമായിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങള് ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് മാത്രമേ വാക്കാലോ വൈകാരികമായിട്ടുള്ള പീഡനത്തിന്റെ ഭാഗമായിട്ട് വരത്തുള്ളൂ. ഓക്കെ.
അപ്പം ഓർത്തിരിക്കുക പിള്ളേരെ, ചാപ്റ്റർ 2 സെക്ഷൻ 3 ഈ ഗാർഹിക പീഡനത്തെ കുറിച്ച് പറയുന്നത്. ഗാർഹിക പീഡനം എത്ര തരത്തിലെന്ന് കേട്ടുകഴിഞ്ഞാൽ അത് തന്നെ ഒരു ചോദ്യമാണ്. നമ്മൾ മുന്നോട്ട് ചെയ്തു പോകുമ്പോൾ നിങ്ങൾ കാണും, അത് തന്നെ ഒരു ചോദ്യമാണ്. ഗാർഹിക പീഡനം 4 തരത്തിലാണ്. ഒന്ന് ശാരീരികമായിട്ടുള്ള പീഡനം, ശാരീരികമായിട്ടുള്ള പീഡനം. 2 ലൈംഗികമായ പീഡനം. നമ്മുടെ ശാരീരിക പീഡനത്തെ നമ്മൾ ഫിസിക്കൽ അബ്യൂസ് എന്ന് പറയും, ലൈംഗികമായ പീഡനത്തെ നമ്മൾ സെക്ഷൽ അബ്യൂസ് എന്ന് പറയും. സാമ്പത്തികമായ പീഡനം എക്കണോമിക്കൽ അബ്യൂസ് എന്ന് പറയും. എന്താണ് ഈ സാമ്പത്തികമായ പീഡനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാമ്പത്തികമായിട്ടുള്ള പീഡനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പിള്ളേരെ? സ്ത്രീധനം അത് മാത്രമല്ല, സ്ത്രീധനം മാത്രമല്ല, ഇപ്പം ഈ സ്ത്രീക്ക് കേട്ടാ, ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ സ്ത്രീയുടെ കുട്ടികൾക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് ഉണ്ടെന്ന് വിചാരിക്കുക. ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാഷ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ക്യാഷ് ഈ സ്ത്രീയുടെ അനുവാദമില്ലാതെ ഒരു ബന്ധു എടുത്തിട്ട് അതിനെ ക്യാഷ് ഇല്ലാതാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ചെലവാക്കി കളയുകയാണെങ്കിൽ, അത് പ്രകാരം ഈ ഉപജീവന മാർഗം ഈ സ്ത്രീക്ക് തടസ്സപ്പെടുകയാണെങ്കിൽ അതിന് എന്തെന്ന് പറയും? സാമ്പത്തിക പീഡനം എന്ന് പറയും. മനസ്സിലായ? സാമ്പത്തിക അല്ലെങ്കിൽ എക്കണോമിക്കൽ അബ്യൂസ് എന്ന് പറയും. മനസ്സിലായ? അതായത് ഈ സ്ത്രീക്ക് കിട്ടാനുള്ള പൈസ ഏതെങ്കിലും രീതിയിൽ പുരുഷൻ തടയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുരുഷൻ ഇല്ലാതാക്കുകയാണെങ്കിൽ, പുരുഷൻ ചെലവാക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് സാമ്പത്തിക പീഡനം എന്ന്. മനസ്സിലായ? സാമ്പത്തിക പീഡനം എന്ന്. കേട്ടോ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി നിങ്ങൾക്ക് മറ്റേ ഹസ്ബൻഡിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുമ്പോൾ ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞേ പറയണം. കേട്ടോ, അതെനിക്ക് കിട്ടാനുള്ള പൈസയായിരുന്നു, നിങ്ങൾ തടസ്സം നിന്ന് കഴിഞ്ഞാൽ ഗാർഹിക പീഡന നിയമത്തിന്റെ പരിധിയിൽ പെടും, നിങ്ങൾ ഉള്ളിൽ പോകുന്നു പറയും. ഓക്കെ, അപ്പൊ അത് പറയണം. ഉപജീവന മാർഗത്തിനുള്ള പൈസ തടസ്സപ്പെടുത്തുന്നത് ഗാർഹിക പീഡന നിയമപ്രകാരം സാമ്പത്തിക പീഡനമാണ്. കേട്ടാ, ക്ലിയർ ആണല്ലോ? അത് ഓർത്തിരിക്കുക. ഇതൊക്കെ പഠിപ്പിച്ച് അവസാനം ഞാൻ അകത്താവുന്നാണ് തോന്നുന്നത്. ശരി, അപ്പൊ അത് മനസ്സിലായല്ലോ. ചാപ്റ്റർ 2 സെക്ഷൻ 3 4 തരത്തിലുള്ള പീഡനങ്ങളാണ്. ശാരീരിക പീഡനം, ലൈംഗികമായ പീഡനം, സാമ്പത്തികമായ പീഡനം, വാക്കാലോ വൈകാരികമായിട്ടുള്ള പീഡനം. ഓക്കെ, നമ്മൾ ഇതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ പഠിക്കും. കേട്ടോ, ഇപ്പൊ ഇത്ര മനസ്സിലാക്കി വെക്കുക. അടുത്ത, ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിച്ചത്? NHRC, വാട്ട് ഈസ് NHRC? കണ്ട, അവിടെയൊക്കെ ഷോർട്ട് ഫോം ആണ്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, DV ആക്ട് എന്ന് ഇട്ടിട്ടുണ്ട്. NHRC എന്തെന്നാ? NHRC എന്തെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. വാട്ട് ഈസ് NHRC? അതായത് NHRC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NHRC എന്ന് വെച്ചാൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലേ? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇതിൽ ഏത് നിയമപ്രകാരമാണ് NHRC ഫോം ചെയ്തിരിക്കുന്നത്? NHRC സുഖമില്ലേ? ലെഫ്റ്റ് ആയിക്കോ. NHRC ഫോം ചെയ്തിരിക്കുന്ന ഏത് പ്രകാരമാണല്ലോ? അപ്പോൾ ഓപ്ഷൻ എ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രകാരമാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? NHRC ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എങ്കിൽ നിങ്ങൾ പറയടാ, NCPCR ഫോം ചെയ്തിരിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? NCPCR ഫോം ചെയ്തിരിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? NCPCR വളരെ NCPCR ഏത് വർഷമാണ്? NCPCR നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. NCPCR ഫോം ചെയ്യുന്നത് 2007 NCPCR ഫോം ചെയ്തിരിക്കുന്നത്. 2013 SCPCR ആണ്, കേരളത്തില് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആണ്. അത് 2013 അത് കേരളത്തിലാണ് കേട്ടോ. കേരളത്തിലെ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അത് 2013. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അത് 2007. ഞാൻ ചോദിക്കുന്നത്, ഈ 2 സ്ഥാപനങ്ങളായാലും ശരി തന്നെ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്? ഏത് നിയമപ്രകാരം? യെസ്, 2005 ബാലാവകാശ സംരക്ഷണ നിയമം 2005. ബാലാവകാശ സംരക്ഷണ നിയമം 2005 പ്രകാരമാണ് NCPCR ആയാലും SCPCR ആയാലും ഫോം ചെയ്തിരിക്കുന്നത്. NCPCR എന്ന് വെച്ചാൽ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആണ്. 2007 ഫോം ചെയ്തു. കേരളത്തില്
ഈ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ 2013 ഫോം ചെയ്തത്. 2013 ഫോം ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. എടാ എങ്കിൽ പറയടാ, ദേശീയ വനിതാ കമ്മീഷൻ ഫോം ചെയ്തത് ഏത് നിയമപ്രകാരം? ദേശീയ വനിതാ കമ്മീഷൻ രൂപം കൊണ്ടത് ഏത് നിയമപ്രകാരം? തെറ്റിക്കേട്ടത്. ദേശീയ വനിതാ കമ്മീഷൻ രൂപം കൊണ്ടത് ഏത് നിയമപ്രകാരം? ആര് പറയും? കറക്റ്റ് ആര് പറയും? ദേശീയ വനിതാ കമ്മീഷൻ രൂപം കൊണ്ടത് ഏത് നിയമപ്രകാരമാണ്? ദേശീയ വനിതാ കമ്മീഷൻ രൂപം കൊണ്ടത് ഏത് നിയമപ്രകാരമാണ്? പിള്ളേരെ, ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 ആണ്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 പ്രകാരമാണ് ദേശീയ വനിതാ കമ്മീഷൻ രൂപം കൊണ്ടിരിക്കുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 പ്രകാരമാണ് ദേശീയ വനിതാ കമ്മീഷൻ രൂപം കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ പറ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ്? അപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം 92 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഫോം ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ നിയമപ്രകാരമാണ് ന്യൂനപക്ഷങ്ങളെ തീരുമാനിക്കുന്നത് അല്ലേ? 92 നിയമപ്രകാരമാണ് ഈ ന്യൂനപക്ഷങ്ങളെ തീരുമാനിക്കുന്നത്. ആ നിയമപ്രകാരം തന്നെയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും എന്ത് ചെയ്തിട്ടുള്ളത്? രൂപം കൊണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് ചോദിക്കുന്ന അതുപോലത്തെ ഒരു ചോദ്യമാണ് വിവരാവകാശ കമ്മീഷൻ രൂപം കൊണ്ടിരിക്കുന്നത് ഏത് നിയമപ്രകാരം പിള്ളേരെ? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരമാണ് വിവരാവകാശ കമ്മീഷൻ രൂപം കൊണ്ടിട്ടുള്ളത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരമാണ് വിവരാവകാശ കമ്മീഷൻ രൂപം കൊണ്ടിട്ടുള്ളത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം വിവരാവകാശ കമ്മീഷൻ രൂപം കൊണ്ടിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു പിള്ളേരെ? NHRC എന്താണെന്ന് അറിയണം നിങ്ങൾ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് NHRC. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് NHRC. അത് രൂപം കൊണ്ടിരിക്കുന്ന ഏത് നിയമപ്രകാരം കേട്ട് കഴിഞ്ഞാല് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു NCPCR-ഉം SCPCR-ഉം. NCPCR എന്ന് വെച്ചാൽ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആണ്. അത് ഫോം ചെയ്തത് 2007. കേരളത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ 2013 ഇത് രണ്ടും ഫോം ചെയ്തിരിക്കുന്നത് 2005 ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരം തന്നെയാണ്. 2005 ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരം തന്നെയാണ് രണ്ടും ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ദേശീയ വനിതാ കമ്മീഷൻ പറഞ്ഞു. ദേശീയ വനിതാ കമ്മീഷൻ ഫോം ചെയ്തിരിക്കുന്നത് ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 പ്രകാരമാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 പ്രകാരമാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം ന്യൂനപക്ഷ കമ്മീഷൻ രൂപം കൊണ്ടിരിക്കുന്നത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരമാണ്. 92 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരമാണ്. വിവരാവകാശ കമ്മീഷൻ രൂപം കൊണ്ടിരിക്കുന്നത് 2005 വിവരാവകാശ നിയമപ്രകാരമാണ്. 2005 വിവരാവകാശ നിയമപ്രകാരമാണ് വിവരാവകാശ കമ്മീഷൻ രൂപം കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ?